അഭിനയ സിംഹം. ഈ ഒരു പ്രമുഖനെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ, ഈ തലയോ, ഈ സ്പെക്സോ, ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്, അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ? അപ്പൊ ഷെയർ ചെയ്തോളൂ കേട്ടോ. എടോ പന്ന മാൻഡ്രയൊക്കെ വല്ല മുള്ളുമുരുക്കിലും കയറിയിട്ട് നിന്റെ സൂക്കേട് തീർക്കേണ്ട പകരമായിട്ട്, അല്ലെങ്കിൽ ഈ റൂമിനകത്തെങ്കിലും അറ്റ്ലീസ്റ്റ് കയറിയിരുന്ന് നിനക്ക് വല്ല സൂക്കേടും ഫ്രസ്ട്രേഷനും ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കുന്നതിന് പകരമായിട്ട് ഈ KSRTC ബസ്സിൽ കയറിയിരുന്ന് 2 പെൺകുട്ടികളെ കാണിക്കുന്ന സമയത്ത് നിനക്കുണ്ടാവുന്ന ഒരു പുളകം, ഒരു മനസംതൃപ്തി, ആ സംതൃപ്തി ഇപ്പം ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് ഇപ്പം നല്ലപോലെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഏകദേശം 2ഓ 3ഓ നില അല്ലെങ്കിൽ അത്രയും പൊക്കമുള്ള ഒരു മുള്ളുമുരുക്കിലേക്ക് കയറിയിട്ട് അവിടുന്ന് നേരെ കൈവിട്ട് താഴേക്ക് എത്തുമ്പോഴുള്ള ഒരു അനുഭൂതി ഉണ്ടല്ലോ, ഒരു സന്തോഷം. ആ സന്തോഷം ഇപ്പം നിനക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? നിന്റെ വീട്ടിലുള്ള അമ്മ, അല്ലെങ്കിൽ ഈ പറയുന്ന മക്കളുടെ ഭാര്യ ഉണ്ടെങ്കിൽ അവര്, കൊച്ചുമക്കള്, ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇപ്പം നിന്റെ മാൻഡ്രയ്ക്കിന്റെ തല നന്നായിട്ട് അറിയുന്നവരായത് കൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ അന്ന് ഈ ബസ്സിലേക്ക് കയറാൻ വേണ്ടി നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ എവിടെയൊക്കെ നിന്നെ കണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ കൃത്യമായിട്ട് നിന്നെ അറിയായിരിക്കുമല്ലോ. അപ്പം നിന്റെ മുഖം ഇനി പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. പോലീസ് സ്റ്റേഷൻ, കൊച്ചു പറഞ്ഞ ശരിയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് നിനക്കൊക്കെ എതിരെ ഒരു കേസ് കൊടുത്ത് ചുമ്മാതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിയുന്നതിന് പകരമായിട്ട് നിനക്കൊക്കെ ഇതൊക്കെ വലിയ, കാരണം തലയിൽ കുറച്ചെങ്കിലും മൂളയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യില്ലല്ലോ. ഈ ഇടയായിട്ട് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ മൊത്തവും വീഡിയോസ് എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ആൾക്കാർ വീഡിയോ എടുത്ത് ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അത്രയും മാനം കെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലും ചിന്തിക്കാതെ, കാരണം ഇപ്പൊ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും ഈ പറയുന്ന ഫോണുണ്ട്. അപ്പം ഇവന്റെയൊക്കെ കയ്യിൽ ഫോണില്ലെന്ന് എന്തായാലും കാരണം കയ്യിലിട്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയും ഭയങ്കര പക്ക ഡീസൻ്റ് എന്നുള്ള രീതിക്കൊക്കെയാണ് നടക്കുന്നത്. ഇൻഷർട്ട് ചെയ്ത് നല്ല വടിവൊത്ത ഷർട്ട്, അത് നല്ല പൂക്കളൊക്കെ ഉള്ള, എനിക്ക് തോന്നുന്നു തേനീച്ചയ്ക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് വല്ലതും ആയിരിക്കും, അതൊക്കെ ഇട്ട് എന്തായാലും നല്ല മാൻഡ്രയ്ക്കിന്റെ തലയൊക്കെ ഇങ്ങനെ കാണിച്ച് നല്ല തിളങ്ങുന്ന തല, കണ്ണാടിയൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത്, കയ്യിലെ മോതിരമായിരിക്കും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് വന്നിരിക്കുന്ന നിനക്കിനി എന്തായാലും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സുഖം, മനസംതൃപ്തി കിട്ടിക്കാണും. ഇനി അങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ജന്മത്തിന് ഈ ഒരു പ്രവൃത്തി ഇനി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാണോ മാനോ ഉള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് ഈ ഇതുപോലത്തെ വീഡിയോസ് മിക്കവാറും എല്ലാവരും കാണുന്നുണ്ടായി. കാരണം ഈ ഒരു അച്ചായൻ്റെ ഈ പോക്കൃത്തരങ്ങളായതുകൊണ്ട് തന്നെ. പക്ഷെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാൾക്ക് വല്ല കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ അത് പെണ്ണാവട്ടെ ആണാവട്ടെ എന്തോ ആവട്ടെ, ഇയാൾ അടുത്തേക്കൊന്നും ദൈവത്തെ ഓർത്ത് വിട്ടേക്കരുത്. കാരണം ഇത്രയും ഈ പൊതുമധ്യത്തിൽ വന്നിരുന്ന് ഒരു ബസ്സിൽ ഇരുന്നു കൊണ്ട് ഇത്രയും സൂക്കേട് കാണിക്കുന്ന ഒരുത്തനാണെങ്കിൽ ചെറിയ തരത്തിലുള്ള സൂക്കേടല്ല ഇവനൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. നല്ല വലിയ കൂടിയ കാന്താരി മുളക് അല്ലെങ്കിൽ എന്തൊക്കെ എരിവുള്ള മുളകുകൾ ഈ ലോകത്തിൽ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് അരച്ച് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വെച്ച് തേച്ച് കൊടുത്താൽ തീരുന്ന അതിൻ്റെ അപ്പുറം സൂക്കേടുള്ളവനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെയൊക്കെ കയ്യിൽ ഈ പറയുന്ന കൊച്ചുങ്ങളെ വല്ലതും കിട്ടിക്കഴിഞ്ഞാലും ഇതിനപ്പുറം ആയിരിക്കും കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നത്. കാരണം ഇത്രയും ബോധമില്ലാത്ത ഒരുത്തൻ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അതിലപ്പുറത്തേക്ക് ഇവൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം, പൂവിട്ട് പൂജിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ കോപ്രായം കാണിക്കുന്ന ആൾക്കാരെ ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻ്റെ മോന്ത അങ്ങനെ തന്നെ പറയണം, മുഖം എന്നൊക്കെ എന്തിനാ പറയുന്നത്, അങ്ങനെ ഒന്നും പറയണ്ട. അവൻ്റെ മോന്ത അടിച്ച് പൊട്ടിക്കാന്നൊക്കെ പറയത്തില്ലേ, അത് കൊടുക്കേണ്ടായിരുന്നു. ഞാൻ കൊച്ചു കൊടുത്തോന്നറിയത്തില്ല, അത് ചിലപ്പോൾ ഇട്ടില്ലായിരിക്കും. എന്തായാലും മാൻഡ്രയ്ക്കിനെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് എല്ലാവരുടെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്ത് എന്തായാലും ആ കൊച്ചു ചെയ്തിട്ടുണ്ട്. ഇതിൽ പരം ഒരു റിവഞ്ച് ആ കൊച്ചിന് നിന്നോട് ഈ ജന്മത്തിൽ ചെയ്യാനില്ല. നീ കാണിച്ചതിൻ്റെ ആ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിച്ച ആ ഒരു സുഖത്തിൻ്റെ അപ്പുറത്തെ ലഹരിയിലെ സുഖം നിനക്കിപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി മേലെ നീ ഇതുപോലത്തെ പരിപാടി, ആ മനസ്സുഖം ഉണ്ടല്ലോ ഇത് ചെയ്തപ്പം കിട്ടിയൊരു മനസ്സുഖം, അതിൻ്റെ 100 മടങ്ങോ 1000 മടങ്ങോ നന്നായിട്ട് ഇപ്പം വീടിൻ്റെ മൂലയ്ക്ക് ഇരുന്നോ, ഇനി പോലീസ് കേസ് ആയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടായാലും നീ അറിയുന്നുണ്ടായിരിക്കും. കേൾക്കേണ്ട ആൾക്കാർ ഇന്നൊക്കെ കൃത്യമായിട്ട് കേൾക്കേണ്ടത് മൊത്തം കേൾക്കുന്നുണ്ടായിരിക്കും. നിനക്ക് ഇത്രയും കാലം നീ ഉണ്ടാക്കിയെടുത്ത ഈ പറയുന്ന അന്തസ്, അഭിജാത്യം, മാനം, വില, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് നീ തന്നെ പോക്കി കിട്ടിയപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം. കാരണം നീന്ന് പോലും വിളിക്കാൻ തോന്നാത്തൊരു കാര്യമാണ്. അത്രയും അതിൻ്റെ താഴേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് നീ എന്ന് പറയുന്ന വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നതെന്ന് പറയുന്നത്. കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല കൂമ്പയൊക്കെ വീർപ്പിച്ച് ഈ പറയുന്ന മുട്ടത്തല്ലേക്ക് നല്ല ഗ്ലേസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പൂപ്പന അങ്ങനെ എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലൊക്കെയുള്ള അമ്മമാരെ എന്താ ചെയ്യേണ്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
എവിടെ നിന്നൊക്കെ മുളക് കിട്ടാമോ അതൊക്കെ വാരിക്കൂട്ടി നല്ല രീതിക്ക് അടിച്ച് തേച്ച് വരിഞ്ഞങ്ങ് വെക്കുക. മേലെ ഇതുപോലത്തെ പോക്കൃത്തരങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരാളടുത്തും ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെയൊക്കെ മനസ്സിൽ ഓർക്കുക പോലും ചെയ്യാൻ പറ്റരുത്. അങ്ങനത്തുള്ള പരിപാടി വേണമെങ്കിൽ ചെയ്യാനെന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഈ പറയുന്ന ഈ ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രസ്ട്രേഷൻസ് എന്തുകൊണ്ടാണ് ഈ മൂപ്പിലാമാർക്ക് കൂടി വരുന്നതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. പണ്ട് കാലത്തും ഈ പറയുന്ന അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടില്ല, ഒന്നും കേട്ടില്ല. ഇന്ന് കുറേ എണ്ണമുണ്ട്. അത് പ്രത്യേകിച്ച് ഏജിൻ്റെ കാര്യത്തിലൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൊച്ചു പിള്ളേരടക്കം ഇപ്പം ഇതൊക്കെ തന്നെയാണ് വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. 7, 8, 9, 10 ഇപ്പം ഈ ഇടയ്ക്കൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെങ്കൊച്ചിനെയും അമ്മയെയും കൂടി പീഡിപ്പിച്ചൊരു കേസ് കേട്ടിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലാണ് കേട്ടതെന്ന് പറയുന്നത്. 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഈ പറയുന്ന കുഞ്ഞിനെയും കൊന്നു കളഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വാർത്ത കേട്ട സമയത്ത് അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഈ പറയുന്ന ഇത് ചെയ്തൊരു വ്യക്തി, കുഞ്ഞ് മോൻ, ആ മോൻ്റെ പ്രായം 13 വയസ്സാണ്. ആ മോന് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ ഇപ്പം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ പോക്കനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇതൊക്കെ എല്ലാവരിലേക്ക് എത്തപ്പെട്ടൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കുറേ ആൾക്കാരെങ്കിലും വന്നിട്ട് ഇപ്പം പറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നൊരു, പക്ഷേ സോഷ്യൽ മീഡിയാസോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ വരാത്തതാണെന്നുള്ള രീതിക്കൊക്കെ പറയാം. പക്ഷെ നമ്മളും പണ്ട് കാലത്തൊക്കെ ഈ പറയുന്ന ഒരു പൊതുസമൂഹത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെയൊക്കെ ഈ പറയുന്ന അച്ചച്ചന്മാരോ അമ്മമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ആരും ഇതുപോലൊരു കഥകൾ പറഞ്ഞ്, കാരണം ഒന്നുമില്ലെങ്കിൽ നമുക്കറിയാവുന്നവരാണല്ലോ. ഇന്നായാലും അന്നായാലും, ഇന്നാണെന്നുണ്ടെങ്കിൽ വാർത്താ മാധ്യമങ്ങളാണ് നമ്മളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, അന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ന്യൂസ് സ്റ്റഡി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്ര മൂട പിടിച്ചാലും അറിയപ്പെടുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ ഇതുപോലൊന്നുള്ള വാർത്തകൾ കേട്ടതായിട്ട് എവിടെയും എങ്ങും ഞാൻ കേട്ടിട്ടില്ല. ഇനി എൻ്റെ കുഴപ്പമാണോ അല്ല എൻ്റെ പ്രദേശത്തിൻ്റെ കുഴപ്പമാണോ അങ്ങനെ നടക്കാത്തതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ, ഏറ്റവും പ്രായമായി കിടക്കയിൽ കിടക്കാനുള്ള പ്രായമായി എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കിളവന്മാർക്ക് വരെ ഈ ക്രിമീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തോ തക്കതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവന്മാർക്ക് ഇതൊക്കെ പൊതുസമൂഹത്തിൽ എത്തുന്ന സമയത്ത് പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്നുണ്ട്. ഇവനൊക്കെ ചങ്ങല കിട്ടുന്നുള്ള സമയം കഴിഞ്ഞു പോയെന്നുള്ളതാണ്. ആ ചങ്ങല കുറേ പേർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന സമയത്തെങ്കിലും ആ ഫ്രസ്ട്രേഷൻസ് ഉള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ കഴിയാത്ത മാമന്മാർ പൊതുസമൂഹത്തിൽ വന്ന് ഇതൊക്കെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതല്ല മാനവും കെട്ട് തോലും കെട്ട് ഇതുപോലെ എന്തും ചെയ്യാൻ വേണ്ടി കിടക്കുന്നവരാണെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ യാതൊരു കാര്യമില്ല.